കൂട്ടുകാരെ ഉണ്ടല്ലോ, ജെഫോറി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ന്യൂ ഇയറിനോടനുബന്ധിച്ചിട്ടുണ്ടല്ലോ ഒരു നല്ലൊരു ഗാർഡൻ ടൂർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഏകദേശം നമ്മുടെ വീടിനോടടുത്ത് തന്നെ കല്ലോടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഒരു ചെടിയുണ്ട്. അപ്പോൾ ആ ചെടീനെ ഞാൻ കാണിച്ചു തരാം. നമ്മളെല്ലാവരും വളർത്തുന്ന ചെടികളൊക്കെയാണ്, പക്ഷേ ഇവിടെ അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഏതാണ് എന്താണെന്നൊക്കെ നമുക്ക് കണ്ടങ്ങ് പോകാം അല്ലേ. അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ വീട്ടിലെ അമ്മച്ചീനെയും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാൻ വന്ന വീട്ടിലെ അമ്മച്ചിയാണ് കേട്ടോ ഇത്. അപ്പം അമ്മച്ചീൻ്റെ പേരൊന്ന് പറഞ്ഞേരെ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട്. മേരിയമ്മ എന്നാണ് കേട്ടോ. ചാച്ചൻ്റെ പേര് ജെയിംസ്. പിന്നെ ഈ അമ്മച്ചിക്ക് എത്ര മക്കളാണ്? 3 മക്കളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവരൊക്കെ പുറത്താന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് എല്ലാവരും ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അവരാരും ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടുത്തെ ചെടി എന്തായാലും ഞാൻ കാണിച്ചു തരാവേ. അത്രയ്ക്കും ഭംഗിയാണ് നമ്മൾ ആ ചെടീനെ കണ്ടിട്ടുണ്ടെങ്കിൽ. ഈ പറഞ്ഞ പോലെ ഒത്തിരി ചെടികളൊന്നും ഇല്ല, പക്ഷെ എന്നാലും ഉള്ള ചെടി അത്ര നല്ല ഭംഗിയായിട്ടാണ് ഇവരത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം അല്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന മനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഞങ്ങളുടെ പുറകുഭാഗത്ത് നോക്കിയേ, എന്ത് ഭംഗിയായി തോന്നുന്നു. നമ്മുടെ പോയിൻസിറ്റിയ ചെടി ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് കാണുന്നില്ല, അത്രയ്ക്ക് ഭംഗിയാട്ടോ. അതായത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ ഇതേ രീതിയിൽ നമ്മൾ ബോഗൺവില്ലയൊക്കെയാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പം സാധാരണ നമ്മുടെ വയനാട്ടിലൊക്കെ ഈ പോയിൻസിറ്റിയുടെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിങ്ങനെ ഒരു ചോട് അല്ലെങ്കിൽ ഒരു 2 ചോട് അത്രയൊക്കെ കാണാറുള്ളൂ അല്ലേ. ഇതെന്ന് പറഞ്ഞാലുണ്ടല്ലോ അമ്മച്ചി ഇങ്ങനെ ഈ റോഡിൻ്റെ 2 സൈഡിലും മതിൽ കെട്ടിയിട്ട് അതിൻ്റെ 2 ഭാഗത്തൂടെ നിറച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പം ഞാൻ പല പ്രാവശ്യവും ഈ റോഡിനിങ്ങനെ പോയപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഈ വീട് ഇങ്ങനെ നോട്ടിയിട്ട് വെച്ചതായിരുന്നു. അപ്പം ഞാൻ അമ്മച്ചീനോട് കഴിഞ്ഞൊരു ദിവസം വന്ന് ചോദിച്ച് അനുവാദം മേടിച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ വന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടേച്ചു കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ചെടി ഉണ്ടല്ലോ, അത്രയ്ക്ക് നമ്മുടെ കണ്ണിന് നല്ല കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഇത് എൻ്റെ വീട്ടിൽ ഞാൻ നട്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ വീട്ടിൽ നട്ടതിന് എനിക്ക് ഇത്ര ഭംഗി തോന്നുന്നില്ല കേട്ടോ. ഇത് കണ്ടോ എന്ത് നല്ല ഭംഗിയാണ്. ഇതിന് നല്ല സൂര്യപ്രകാശം വേണം കേട്ടോ ഈ ഒരു ചെടി ഇതുപോലെ കളറ്. അതായത് ഇതിൻ്റെ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു നവംബർ മാസം മുതൽ ഒരു ഏകദേശം ഒരു ജൂൺ മാസം വരെ ഉണ്ടാവില്ല നമുക്ക്. ഒക്ടോബറിൽ പൂത്തിട്ട് ഏപ്രിൽ വരെ ഇതിന്റെ പൂവ് ഇങ്ങനെ നല്ലതുപോലെ വരും കേട്ടോ. അതെ, ഇതിന്റെ പൂവെന്ന് വെച്ചാലുണ്ടല്ലോ ഇതിങ്ങനെ ആദ്യം മൊത്തം ഇതിങ്ങനെ ഈ ഒരു പച്ച ലീഫിലായിരിക്കും കേട്ടോ നിൽക്കുന്നത്, ഏകദേശം നമ്മുടെ മഴക്കാല സമയത്തൊക്കെ. അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു തറ്റഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ നല്ല റെഡ് കളറായിട്ട് ഇങ്ങനെ വരും കേട്ടോ. അത് ഏകദേശം ഒരു കുറേ നാൾ നീണ്ടു നിൽക്കും, ഒരു ഏപ്രിൽ മെയ് മാസം വരെ ഇതിൻ്റെ പൂക്കൾ നിൽക്കും കേട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. നമ്മുടെ ക്യാമറ കണ്ണിലൂടെ കാണുന്നതിനേക്കാളും ഭംഗിയാണ് കേട്ടോ നമുക്ക് നേരിട്ട് കാണാനായിട്ട്. ഈ ഒരു ചെടിക്ക് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കേട്ടോ ഇതുപോലെ ഒരു വെള്ളീച്ച. ഈ ചെടീനെ വല്ലാണ്ട് ആക്രമിക്കും കേട്ടോ ഈ വെള്ളീച്ച ശല്യം. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഈ ചെടീൻ്റെ ഈ ലീഫിൻ്റെ ആ ഒരു വളർച്ചേനെ മുഴുവനും നഷ്ടപ്പെടുത്തും നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു കെമിക്കലോ അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ് കൊടുത്തിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമാണ് അടിക്കണം അല്ലേ. അപ്പോൾ അമ്മച്ചി ഒരു പ്രാവശ്യം ഇത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഇത് കൊടുക്കണം, എന്നാൽ മാത്രമാണ് കേട്ടോ ഇത് ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ആ ഒരു കെയറിങ് മാത്രമാണ് ഇതിന് മെയിനായിട്ട് കൊടുക്കേണ്ടതുണ്ട് അല്ലേ. അല്ലാണ്ട് ഇതിന് വളോ രണ്ടാമത് ഒരു പ്രാവശ്യം കൊണ്ട് വെട്ടും. മഴ പെയ്ത് കഴിഞ്ഞ് പിന്നെ മഴ തീരാറാകുമ്പോൾ ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുത്താൽ അധികം വളർന്ന് കിട്ടും അല്ലേ. അതാണ് ഇത് മെയിനായിട്ട് ഇങ്ങനെ ബുഷിയായി നിർത്തുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പൂ കഴിയുമ്പോൾ നമ്മളൊന്ന് പ്രൂൺ ചെയ്യും, പ്രൂൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ പിന്നെ അതോടുകൂടി പൂ കഴിയും അല്ലേ. പിന്നെ നമുക്ക് അടുത്ത സീസണിൽ ഇതേപോലെ വീണ്ടും ഇതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടാട്ടോ ഇതിൽ പൂക്കളുണ്ടാകുന്നത്. മതിൽക്കെട്ടിൻ്റെ 2 സൈഡിൽ കൂടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ മറ്റുള്ള ചെടികളെ വെക്കാനൊക്കെ ആയിട്ട്. അപ്പം അമ്മച്ചി തന്നെ ആയതുകൊണ്ടായിരിക്കും അല്ലേ അതിനൊന്നും മെനക്കെടാത്തത്. അമ്മച്ചി തന്നെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് അതിനൊന്നും മെനക്കെടുന്നില്ല. ഇതാകുമ്പോൾ വെച്ചാൽ നമുക്ക് വലിയ കെയറിങ് ഒന്നും വേണ്ടല്ലോ, നല്ല ബൊഗൈൻവില്ല നിൽക്കുന്നത് പോലെയാണ് കേട്ടോ ഇതിൻ്റെ പൂവ്. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ചെടി നട്ടേക്കണതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് നല്ല ഹൈറ്റിലാണ് നട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഇതിൻ്റെ കമ്പുകളെല്ലാം കൂടെ നേരെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ചാഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഈ ചെടിക്ക് ഇത്ര ഒരു ഭംഗി എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ നട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ താഴേന്ന് മുതൽ ഇങ്ങനെ പോകും, നിലത്ത് നടുന്നത് കൊണ്ട് അതിൻ്റെ കമ്പുകൾ ഇങ്ങനെ വരും.
അപ്പോൾ ഇത് ഹൈറ്റിലായതുകൊണ്ട് ഇങ്ങനെ കാണും. ഇങ്ങനെയുണ്ടല്ലോ നമ്മൾ വീടിൻ്റെ മുറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് വന്നപ്പോൾ ചെടികളുണ്ട്, പക്ഷേ അത്രയില്ല. എന്നാലും ഇതിനേക്കാളും ഭംഗിയുള്ള ചെടികളല്ല നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വെച്ചേക്കണ ചെടികളാണ് കേട്ടോ. നമ്മുടെ കുറേ നല്ല നാടൻ വിങ്കയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. നാടൻ കളറിലുള്ള വിങ്ക, അതുപോലെ ഗ്രൗണ്ട് ഓർക്കിഡ്, പിന്നെ ജമന്തി, അങ്ങനെ കുറേ ആന്തൂറിയം, അങ്ങനെ കുറേ ചെടികളുണ്ട് കേട്ടോ. പിന്നെ റോസ്, ജെറേനിയ, ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ പോയിന്റ് സിറ്റിയാണ് കേട്ടോ ഇങ്ങനെ കളർഫുള്ളായിട്ട് നിൽക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടുണ്ടല്ലോ കുറച്ച് നമ്മുടെ അതായത് നമ്മുടെ ചൈനീസ് ബോൾസം, അതായത് ഒരു കളർ തന്നെ ഇങ്ങനെ കുറേ നല്ലതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയല്ലേ നമ്മുടെ ഈ ഒരു പൂച്ചെടീനെ കാണാൻ. ഇത് കലാഞ്ചിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു 2-3 തരം കളറുകളുണ്ട്. ഈ 3 തരം കളറുകൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇവിടെ റോസ്, ഇവിടെ റെഡ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്. ഒരു 3 കളർ എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ ഉണ്ടല്ലോ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് ഒരു ബൊഗേൻവില്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടി ഉണ്ടല്ലോ എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നതെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനിതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അന്ന് ഞാൻ നടുന്ന രീതികളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം. അപ്പോൾ നമ്മളിത് പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇതുപോലെയുള്ള കമ്പുണ്ടല്ലോ, ഈ കമ്പ് നമ്മളിങ്ങനെ ഓരോ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടാണ് നടേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണും ഇതിൻ്റെ ഉള്ളിൽ വെറും ഒരു ഹോളായിരിക്കും. അപ്പോൾ നമ്മൾ കുറേ വെള്ളമൊക്കെ വീഴുമ്പോൾ ചിലപ്പോൾ ചീഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ജസ്റ്റ് കുഞ്ഞൊരു എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു പീസ് വെച്ചൊന്ന് കെട്ടി കൊടുക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കമ്പ് കുത്തി പിടിപ്പിക്കുന്ന ചെടിയാണ്. ഇതിന് വിത്തോ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അധികം വലിയ ലെങ്തുള്ള വീഡിയോ ഒന്നുമല്ല, പക്ഷേ എന്നാലും നമ്മുടെ കണ്ണുകളെ മനസ്സിനെ നിറയിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു ന്യൂ ഇയർ സമ്മാനം എന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ കാണും, അതും കൂടി ഒന്ന് ഉള്ളിലേക്ക് ഇടുകയാണെങ്കിലുണ്ടോ നമ്മളിടുന്ന ഓരോ വീഡിയോയും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോണ്ടല്ലോ നിങ്ങളുടെ അതായത് വിലപ്പെട്ട അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻറ്റും അമ്മച്ചിക്കൊരു സന്തോഷമായിരിക്കും അല്ലേ അമ്മച്ചി? ആ ഒരു കമൻറ്റൊക്കെ ഒന്ന് വായിക്കുമ്പം എന്നോട് വന്നപ്പോഴേ പറഞ്ഞു കേട്ടോ, എന്നെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മച്ചിയൊക്കെ കാണുമ്പോൾ അമ്മച്ചിക്കൊക്കെ ഒരു സന്തോഷമായിരിക്കുമല്ലോ കമൻറ്റുകളൊക്കെ വായിക്കുമ്പം. ഇവരുടെ ഒരു ഈ പ്രായത്തിൽ ഇവർ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കണ്ടേ അല്ലേ? അപ്പോൾ നമുക്ക് ഇനിയും നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ബൈ.